പഹൽഗാമിലെ ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വലുതായിരിക്കുകയാണ്. ഭീകരാക്രമണത്തിൽ തിരിച്ചടി നൽകാൻ വേണ്ടി നമ്മൾ 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി. ഏതാണ്ട് 23 മിനിറ്റിനുള്ളിൽ 9 സ്ഥലങ്ങളിലാണ് നമ്മൾ ആക്രമണം നടത്തിയത്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ പാകിസ്ഥാനിലേക്കല്ല ആക്രമണം നടത്തുന്നത്, പാകിസ്ഥാന്റെ പട്ടാള കേന്ദ്രങ്ങളിലേക്കല്ല ആക്രമണം നടത്തുന്നത്, മറിച്ച് ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തുന്നത്. എന്തു തന്നെയായാലും അതൊരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചു. പാകിസ്ഥാൻ നമുക്ക് നേരെ, നമ്മുടെ ജനങ്ങൾക്ക് നേരെ, സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തി. നമ്മൾ അതിശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്തു. ഏതാണ്ട് പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ സൈനിക പശ്ചാത്തല സൗകര്യത്തിൽ 20% തകർന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഒരു വിലയിരുത്തൽ. ഈ സമയത്ത് ഇന്ത്യയിൽ വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് ശരാശരി സാധാരണ യുദ്ധത്തെക്കാൾ ഉപരിയായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വാർ കൂടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓരോ സമയത്തും അത് പാകിസ്ഥാന്റേതാണെങ്കിലും ഇന്ത്യയുടേതാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന അഭിപ്രായ പ്രകടനങ്ങളെ അത് എതിരാളികൾ അവരുടേതായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ തന്നെ അന്താരാഷ്ട്ര മേഖലയിലെ എല്ലാ മാധ്യമങ്ങളും നമുക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പാകിസ്ഥാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. തുടർന്നാണ് നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ സംഘം 7 സംഘങ്ങൾ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്നത്. പാകിസ്ഥാനെ ഭീകരന്മാർക്ക് സഹായം നൽകുന്ന, ഭീകരവാദത്തിന് കുടപിടിക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന് അനുകൂലമായ അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഈ സമയത്ത് ഉയർന്നു വരുന്ന ചർച്ചകൾ അത് രാഷ്ട്രീയ തലത്തിലേക്ക് പലപ്പോഴും കടന്നു ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ തലത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഒരുപക്ഷെ രാജ്യത്തെ മുഴുവൻ ആളുകളും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്ന സമയത്തും ഭരണകൂടത്തെ പലരും വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം പലപ്പോഴും അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് എതിരാളികൾക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെന്ത് തന്നെയായാലും ആദ്യമായിട്ട് വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണ്. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണ്. കോൺഗ്രസ് 2-3 പ്രശ്നങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഒന്ന്, പഹൽഗാമിലെ ഭീകര ആക്രമണത്തിലെ പ്രതികളെ കിട്ടിയോ? രണ്ടാമത്തത്, അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായോ? മൂന്നാമത്തത്, നമ്മുടെ BS ജവാൻ, അതിർത്തിക്ക് അപ്പുറത്ത് വിട്ടുപോയ BS ജവാൻ എവിടെ? ഇതിൽ BS ജവാനെ നമുക്ക് തിരിച്ചു കിട്ടി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിലെ പ്രതികളെ പലരെയും നമ്മൾ വെടിവെച്ചു കൊന്നു. പിന്നീട് അമേരിക്ക ഇടപെട്ടു എന്നുള്ളൊരു ആരോപണമാണ് വന്നത്. അമേരിക്ക ഇടപെട്ടിട്ടില്ല. കാരണം അമേരിക്കയെ പാകിസ്ഥാൻ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സൈനികപരമായ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ പാകിസ്ഥാൻ നമ്മളോട് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു, നമ്മൾ വെടിനിർത്തുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അത് പിന്നീട് അമേരിക്ക അത് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പൊ ഇത് സിംല കരാറിന്റെ ലംഘനമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കും എന്നുള്ളതാണ് സിംല കരാർ. 2 രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ഇടപെടും. പ്രത്യേകിച്ച് 1965-ലും 1971-ലും നടന്ന യുദ്ധമല്ല ഇപ്പോൾ നടന്നത്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണ്, നമ്മളും ആണവ രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 2 ആണവ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് മൂന്നാമതൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ സ്വാഭാവികമായും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു വിഷയമാണ് ഈ സമയത്ത് രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറിയത്. ഇതിലൊരു പ്രസക്തമായ ഒരു പോയിന്റ് 1971-ലെ സിറ്റുവേഷനും 2025-ലെ സിറ്റുവേഷനും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനൊരു താരതമ്യത്തെ കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂർ വളരെ അതിശക്തമായിട്ട് തന്നെ അദ്ദേഹം അതിനോട് വിയോജിച്ചു. കാരണം 2 സാഹചര്യവും വ്യത്യസ്തമാണ്. അപ്പൊ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ഉചിതമാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇവിടെ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു താരതമ്യമുണ്ട്. 1971-ലെ ഇന്ദിരാഗാന്ധി, 2025-ലെ മോഡി. അങ്ങനെ ഒരു താരതമ്യം, അതൊരു നിഷ്പക്ഷമായ ഒരു താരതമ്യം, അത് നമ്മുടെ നാടിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിമർശനം എതിരാളികൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ഒരു അക്കാഡമിക് ലെവലിലുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ മാധ്യമരംഗത്തുള്ള ഒരു ചർച്ച സ്വാഭാവികമാണ്. അത് ഒരു പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത് നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണെങ്കിൽ അത്
ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. 1971-ലെയും 2025-ലെയും സിറ്റുവേഷൻസ് വ്യത്യാസമാണെന്നുള്ളത് ഉറപ്പാണ്. അന്ന് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി ഒരു കുടുംബപരമായ പാരമ്പര്യത്തിന്റെ മുകളിൽ അധികാരത്തിലേറിയ ഒരു വ്യക്തിയാണ്. കാരണം ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അത് ആര് പ്രധാനമന്ത്രിയാവണം എന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ടായിരുന്നോ, ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നോ വേണ്ടിയിരുന്നത് എന്നുള്ളതൊക്കെ വിവാദമായ അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ മറ്റൊരു വിഷയമാണ്. പക്ഷെ നെഹ്റുവിന്റെ പുത്രിയാണ് ഇന്ദിരാഗാന്ധി. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയതിനു ശേഷം, ഇടക്കാലത്തെ 2 വർഷത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തുകയാണ്. നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തെ ഇന്ദിരാഗാന്ധി അധികാരത്തിന്റെ അകത്തളങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്ത് രാജാക്കന്മാരുടെ രാജ്യത്ത് ഭരണാധികാരം കൈമാറുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് ഒന്നാമത്തത് ഇന്ദിരാഗാന്ധി കടന്നു വന്നത്. രണ്ടാമത്തത്, ഇന്ദിരാഗാന്ധി തന്റെ പാർട്ടിയെ സ്വന്തമായ ഒരു പാർട്ടി, അതായത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടാവുന്ന ഒരു പാർട്ടിയെ പിളർത്തി തന്റെ ഒരു വിഭാഗത്തെ കൂടെ നിർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി ഒരു സാധാരണക്കാരനായിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കി വന്ന സാധാരണക്കാരനായ ഒരു ചായക്കടക്കാരൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് മോദി. അപ്പൊ ഇത് ഒരു താരതമ്യമാണ്. 1971 സംഭവിച്ചത് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് നമ്മൾ സഹായിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. 1971 ബംഗ്ലാദേശ് രൂപീകരിക്കുന്നു. കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആധിപത്യത്തിനെതിരെ പോരാടുന്നു. അവരുടെ നേതാവ് മുജീബ് റഹ്മാൻ പ്രധാനമന്ത്രിയായിട്ടും യാത്രയാക്കാൻ അത് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും പ്രധാനമന്ത്രി ആക്കിയില്ല. അങ്ങനെ ബംഗ്ലാദേശിൽ വിമോചന സമരം നടക്കുന്നു. ആ വിമോചന സമരത്തെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. ആ വിമോചന സമരത്തിന് വേണ്ടി നമ്മൾ നേരിട്ട് ഇറങ്ങുന്നു ഇന്ത്യൻ സൈന്യം. ആ സമയത്തെ ആഗോള തലത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അന്ന് നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് സോവിയറ്റ് റഷ്യയാണ്. നമ്മൾ ചേരിചേര രാജ്യമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സോവിയറ്റ് യൂണിയന്റെ സഖ്യകക്ഷിയെ പോലെയാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ ആയുധ ശക്തി മാത്രമല്ല, സോവിയറ്റ് യൂണിയന്റെ സൈക്കോളജിക്കൽ ഹെൽപ്പ് ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നമുക്ക് ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ഉണ്ടായിരുന്ന അമേരിക്കയാണ്. അമേരിക്കയുള്ള ഒരു ചേരിയിലാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിയറ്റ്നാം യുദ്ധത്തിന്റെ ഒരു ക്ഷീണത്തിലായിരുന്നു അന്ന് അമേരിക്ക എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ മറുഭാഗത്ത് ചൈന ഉണ്ടായിരുന്നു. പക്ഷെ ചൈനയും മാവോ സെതൂങ്ങിന്റെ കാലഘട്ടം കഴിഞ്ഞ ഉടനെയുള്ള ഒരു സമയമാണത്. ചൈനയിലും ആഭ്യന്തരമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് 1971. അപ്പൊ അങ്ങനെയുള്ള ഒരു അത്ര ശക്തമല്ലാത്ത ചൈന, അമേരിക്കയും അത്ര സംഘടിതമല്ലാത്ത അമേരിക്കയാണ് മറുഭാഗം തന്നെയായിരുന്നു. നമുക്ക് സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആഗോളതലത്തിൽ ഒരു ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്കുണ്ടായിരുന്ന ഒരു മേധാവിത്വം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു തെറ്റ്, കാരണം നമ്മൾ 90,000 ഭടന്മാരെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പിടികൂടുകയാണ്, അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ അവർ കീഴടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ 90,000 ഭടന്മാരെ നമുക്ക് മുജീബ് റഹ്മാന് കൈമാറിയിരുന്നെങ്കിൽ, മുജീബ് റഹ്മാൻ അവിടുത്തെ നീതിന്യായ കോടതിയിലൂടെ ട്രയൽ ചെയ്ത് വിചാരണ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ആഗോളതലത്തിൽ പാകിസ്ഥാന്റെ ഭീകരതയെ നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ നമുക്ക് മുഴുവൻ നമ്മൾ അഡ്വാൻസ് നേടിയതിന് ശേഷം നമ്മുടെ എല്ലാം നമ്മൾ വിട്ടുകൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് 1971 നമുക്ക് സംഭവിച്ച ഒരു തെറ്റ്. JFR ജേക്കബ് ഉൾപ്പെടെയുള്ള സൈനിക മേധാവികൾ, അല്ലെങ്കിൽ മനക്ഷ പോലെയുള്ള ഏറ്റവും ഉന്നതരായ സൈനിക മേധാവികൾ വരെ ഇങ്ങനെയൊരു വിട്ടുകൊടുക്കുന്നതിനെതിരായിട്ട്, അതായത് യാതൊരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ പിടിച്ചു വെച്ച പാകിസ്ഥാന്റെ 90,000-ഓളം പട്ടാളക്കാരെ വിട്ടുകൊടുക്കുന്നതിന് മാനസികമായിട്ട് എതിരായിരുന്നു. പക്ഷെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം 10-45 വർഷത്തോളം പട്ടാള ഭരണത്തിന് കീഴിലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ പട്ടാളമാണ് ഭരിക്കുന്നത്. പട്ടാളത്തിന് കളിപ്പാവകളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് ഉണ്ടായിരുന്നത്. മറുഭാഗത്താണ് ഇന്ത്യയിൽ സമ്പൂർണ്ണമായ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. രണ്ടും 1947 ഉണ്ടായ രാജ്യമാണ്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ ഭാഗമായിരുന്നു അവർ. പക്ഷെ നമ്മളുടെ ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഉണ്ടായി, നമ്മളുണ്ടായി. പാകിസ്ഥാൻ കലഹിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിലും, അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച രാജ്യമാണെങ്കിൽ പോലും അവർ കലഹിച്ച് പട്ടാള ഭരണവും ഉണ്ടായി പുരോഗതി ഇല്ലാതെ പോയൊരു രാജ്യമാണ്. നമ്മൾ ഏറ്റവും അധികം ഇന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇവിടെ ജനാധിപത്യ സംവിധാനമാണുള്ളത്, ഒരു മതേതര സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിന് കീഴിൽ നമുക്ക് കുറച്ചുകൂടി
നന്നായിട്ട് പെർഫോം ചെയ്യാമായിരുന്നു. കാരണം നമുക്ക് കിട്ടിയിരുന്ന അഡ്വാൻറ്റേജസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ഇപ്പോഴത്തെ 2025 എടുത്ത് നോക്കുന്ന സമയത്ത് 2025 സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു. 65-ലും 71-ലും നമുക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ എന്താണ് ചെയ്തത്? പാകിസ്ഥാൻ ഡയറക്റ്റ് യുദ്ധത്തിന് തയ്യാറാവാതെ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ പറഞ്ഞയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ മറിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ 1974 നമ്മൾ ആണവ ശക്തിയായി. ഇന്ദിരാഗാന്ധി ഉള്ള സമയത്ത് തന്നെ നമ്മൾ ആണവ ശക്തിയായി. വിക്കിലീക്സിന്റെ ചില രേഖകൾ പറയുന്നത് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ കൂടി ആണവ ശക്തിയാക്കാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും പാകിസ്ഥാനും ഇന്നൊരു ആണവ രാഷ്ട്രമാണ്. അപ്പം പാകിസ്ഥാന്റെ സൈനിക ശക്തി നമ്മുടെ സൈനിക ശക്തിയോളം വരില്ലെങ്കിലും പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷെ ഇന്ന് നമ്മൾ പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തുക, മതത്തെ ഉപയോഗിക്കുക. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പാകിസ്ഥാനുണ്ട്, മറുഭാഗത്ത് ചൈനയുണ്ട്. മൂന്നാമത് നമ്മൾക്കകത്ത് തന്നെ ഇന്റേണൽ ആയിട്ടുള്ള വലിയൊരു വിഭാഗം, അത് തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നക്സലേറ്റുകളുണ്ട്. കാരണം ഇന്ത്യക്കകത്ത് തന്നെ ഛത്തീസ്ഗഡിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ഒക്കെ തന്നെ നക്സലേറ്റുകളുടെ പ്രശ്നമുണ്ട്. അത് നമ്മൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. ഈ നക്സലേറ്റുകൾക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് ചൈനയുടെ ആയുധമാണ്. അപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളുടെ പിണിയാളുകളായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും വലിയ വലിയ സംഘടനകളും ഇന്ത്യക്കകത്തുണ്ട്. മാധ്യമങ്ങളകത്തുണ്ട്, ബുദ്ധിജീവികളകത്തുണ്ട്, സർവകലാശാല അധ്യാപകരകത്തുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ ചില പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ച് പുറത്തായ അല്ലെങ്കിൽ അകത്തായ അശോക യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ട്രഷറർ ആയിരുന്ന, അവർക്ക് എല്ലാ സാമ്പത്തിക സഹായം നൽകിയ ആളുകളുടെ കൊച്ചുമകനാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിജീവി വർഗം അല്ലെങ്കിൽ ഇപ്പോ റഷ്യയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ചൈനയെ അനുകൂലിക്കുന്ന പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഒരു വർഗം ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ പാകിസ്ഥാനെ നിലക്കി നിർത്തുക എന്നത് ആയുധത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശക്തിയുടെ അടിസ്ഥാനത്തിൽ നിലക്കി നിർത്തുന്നതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രമാണ് നമുക്ക് ആവിഷ്കരിക്കുന്നത്. ഇതാണ് മോഡിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ഒരു താരതമ്യം എന്ന് പറയുന്നത്. കാരണം മോഡിക്ക് ഈ ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളുടെയും ഏതാണ്ടൊക്കെ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു. നമ്മൾ എതിർത്തിരുന്ന ചൈന പോലും വളരെ ശക്തമായിട്ട് നമുക്ക് ഇത്തവണത്തെ പ്രശ്നത്തിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. സാധാരണഗതിയിൽ അവർ ഭീകരാക്രമണത്തെ അല്ലെങ്കിൽ നമ്മൾ നടത്തിയ ആക്രമണത്തെ ആക്രമിക്കേണ്ടതായിരുന്നു. പക്ഷെ അവരതിൽ ഖേദം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പൊ തന്നെ ആഗോളതലത്തിൽ നമുക്കൊരു സ്വീകാര്യത നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിൽ വേണമെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു കമ്പാരിസൺസിൽ പോകുന്നതിൽ കാര്യമില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ വസ്തുതാപരമായ ഒരു നിരീക്ഷണം നടത്തുന്ന സമയത്ത് മോഡിയെയും ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില അനാലിസിസ് ഇതാണെന്ന് പറയാൻ കഴിയും.